അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് RSSന് നന്ദിയെന്നും മന്ത്രി വ്യക്തമാക്കി. എസ് നന്ദഗോപനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. നന്ദൻ പറയും. രജനി, അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ സോണിയാഗാന്ധി, അതേപോലെ തന്നെ അധീർ രഞ്ജൻ ചൗധരി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവർക്ക് നേരത്തെ തന്നെ ഈ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷണം നൽകിയതാണ്. എന്നാൽ അവർ ആ ഒരു ക്ഷണം നിരസിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് വന്നതോടെ കോൺഗ്രസിലെ വലിയ ഒരു വിഭാഗം നേതാക്കളൊക്കെ തന്നെ പരസ്യമായി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിമാചലിൻ്റെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നയിക്കുന്ന മന്ത്രിയായ അദ്ദേഹം ഇന്ന് പരസ്യമായി അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ വിശ്വ ഹിന്ദു പരിഷത്തിനും RSSനും അദ്ദേഹം തന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചിട്ടുണ്ട്. അനേകം ഭാഗ്യശാലികളിൽ ഒരാളാണ് താൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗുജറാത്തിൻ്റെ PCC വർക്കിംഗ് പ്രസിഡന്റ് ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഈ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെ ക്ഷണിച്ചാലും ഇല്ലേലും താൻ അവിടെ പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. സുഖീന്ദർ സിഖു അദ്ദേഹം പറഞ്ഞത് രാമൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യമാണ്. ഇങ്ങനെ പല നേതാക്കളും പല തട്ടിൽ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ അദ്ദേഹവും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോട് അനുകൂല നിലപാട് എടുത്തുകൊണ്ട് രംഗത്തെത്തി നിൽക്കുന്നു. അതേസമയം ഈ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമൊന്നും അതിജീവിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് വയനാട്ടിലടക്കം രാഹുലിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഈ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട്, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചതിന് മുന്നോട്ട് പോകുമ്പോൾ പരസ്യമായി പ്രതിഷേധിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രജനി.